ഹായ് ഹലോ അസ്സാം വലൈക്കും. ഞാൻ ഷബാന. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇന്ന് 1060 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും 1000 ആയിട്ടാണോ ഇത് ഇത്ര കിടന്ന് ഇങ്ങനെ പൊലിവ് പറയണത്. പക്ഷെ എനിക്ക് ഭയങ്കര പൊലിവ് തന്നെയാണ്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ 1000 അത്ര ഒന്നും ആവുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ വെറും 8 ആൾക്കാരെ വെച്ച് തുടങ്ങിയതാണ് ഞാൻ അങ്ങനെ അധികം ഫ്രണ്ട്സിനോടും ആരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഇങ്ങനെ പറഞ്ഞാൽ ഈ കുറച്ചറിഞ്ഞ ആൾക്കാരോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അടുത്ത ആൾക്കാരോടത്ത് പോലും ഞാൻ പറയാതെ ഓരോ ഫോൺ മെല്ലെ വാങ്ങിയിട്ട് മെല്ലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ഫോൺ ഒരുക്കന്നെ കൊടുക്കും. അങ്ങനെ ഞാൻ ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു ഞാൻ ഇത്ര ആവുമ്പോൾ എനിക്കത് ഭയങ്കര പൊലിവാണ്. എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാല്. ഞാൻ ഒന്നാമത് ഞാൻ ചെയ്ത കൊളാവും, രസം ഉണ്ടാവും, ഇനി ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ഞാൻ ചെയ്താൽ, അങ്ങനെ കുറേ ഒരു തോന്നൽ ഇങ്ങനെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല, ഇങ്ങനെ ആരെങ്കിലും കമന്റ് ഒക്കെ ഇടുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ പറയും പഠിച്ചു നല്ല കമന്റ് ആവണേ എന്നുള്ളത്. അപ്പൊ ഇത് ഇങ്ങനെ കമന്റ് എല്ലാവരും പറയും നല്ല രസം കേട്ടൊക്കെ പറയുമ്പോൾ ഇനി എന്നെ വെറുതെ ആക്കി പറയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും കൂടിയിട്ട് എനിക്ക് ആ കമന്റ് ഒക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആള് ഞാൻ ഇന്ന് 1060 സബ്സ്ക്രൈബേഴ്സ് ആയെന്ന് എനിക്ക് ഞാൻ ഇന്ന് നോക്കി കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അതിന് നിങ്ങളോട് എല്ലാവരോടും താങ്ക്സ്. കാരണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ ഇത്രയെങ്കിലൊക്കെ ആയത്. പിന്നെ അതേപോലെ തന്നെ ഓരോ ഫസ്റ്റ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഞാനും ഫസ്റ്റ് പറഞ്ഞത് പക്ഷേ ഏതൊരു 100 ആൾക്കാർ കണ്ടാൽ മതി എന്നുള്ള ആ ഒരു മൈൻഡിലായിരുന്നു ഫസ്റ്റ് ഒക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ 100 200 ആകുമ്പോൾ പിന്നെ ഒരു പേടിയായിരുന്നു. ഇത് അറിയുന്നവരായാലും കാണോ, കണ്ട് അയ്യോ ഒരു ഇങ്ങനെ എന്നെ കളിയാക്കൂലേ, ഒരു രസമല്ലല്ലോ ഞാൻ ചെയ്യുന്നത് എന്നിങ്ങനെ അങ്ങ് തോന്നിയിരുന്നു. പിന്നെ അതിങ്ങനെ ആ തോന്നല് പിന്നെ മെല്ലെ മെല്ലെ ഇങ്ങനെ മാറി. പിന്നെ വീഡിയോ ഇടുമ്പോൾ 500 ആൾക്കാർ കാണണം കേട്ടോ. ആ ഒരു ഒരു നിയത്ത് വെച്ചിട്ടാണ് പിന്നെ അത് വീഡിയോ ഇടുക. അപ്പോൾ 500 എന്നുള്ളത് ചിലപ്പോൾ 1000 ആൾക്കാർക്ക് ചില വീഡിയോ പെട്ടെന്ന് ഞാൻ വിചാരിക്കാത്ത വീഡിയോ ഒക്കെ 1000 ആൾക്കാർ 2000 ആൾക്കാർ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവും. കാരണം ഞാൻ 500 ആൾക്കാരെ പ്രതീക്ഷിച്ചിട്ടല്ലേ, ആ 500ന്ന് 1000 കാണും, 1000 2000 ഒക്കെ ആകുമ്പോൾ ഓ ഭയങ്കര വലിയ സംഭവം. ചില വീഡിയോസ് ഒക്കെ ഇങ്ങനെ കുറെ ആൾക്കാർ കണ്ടു. പിന്നെ ഇപ്പത്തെ വീഡിയോ അല്ല, അല്ല കഴിഞ്ഞ വീഡിയോ അല്ല, അതിന്റെ രണ്ട് വീഡിയോ മുന്നത്തെ വീഡിയോ ഉണ്ട്. ഒരു ചുരിദാർ സെറ്റിന്റെ വീഡിയോ ഇട്ടിരുന്നു ഞാൻ. അത് പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കാതെ 12K 13K എങ്ങാണ്ടും ആയി. അപ്പൊ പടച്ചോനെ ഭയങ്കര സംഭവം, ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം നമ്മള് അത്ര ഒന്നും വിചാരിക്കണമൊന്നുമില്ലല്ലോ. അപ്പൊ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷത്തിന്. ഇതേപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയാ, എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിലും നിങ്ങൾ പറയാം. എന്നെ കൊണ്ട് കഴിയുന്നതാണ് ഞാൻ മാക്സിമം ചെയ്യാൻ നോക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മീഷോ ഹോൾ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം മീഷോ ഹോൾ തന്നെയാണ് അറിയാം. എനിക്കും മീഷോ ഹോൾ തന്നെയാണ് ഇഷ്ടം. അപ്പൊ അതായത് പിന്നെ ചെയ്യണത്. പിന്നെ എല്ലാവരും പറയും മീഷോയിലാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്, എനിക്കും എളുപ്പമാണ് നിങ്ങൾക്കും എളുപ്പമാണ് എന്നൊക്കെ പറഞ്ഞോടെ ഞാൻ മീഷോ തന്നെ ചെയ്യണത്. അപ്പൊ ഇന്നും മീഷോ ഹോൾ തന്നെയാണ്. ഇന്നും ഒരു 4 ചുരിദാർ സെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ 4 ഞാൻ കാണിച്ചു തരാം. പാർട്ടി വെയർ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ആ ഒരു മിനി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഡ്രസ് വന്നിട്ട് ഒരു നേവി ബ്ലൂല് ഒരു പിങ്ക് ഫ്ലവേഴ്സ് വരുന്ന ഒരു ചുരിദാറാണ്. നല്ല ഭംഗിയുള്ള ചുരിദാറാണ്. കോട്ടൺ ബ്ലെൻഡ് ആണ് ക്ലോത്ത് വന്നിട്ടുള്ളത്. ഇത് ഒരു മിനി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നെക്കില് ഇങ്ങനെ വർക്ക് ഉണ്ട്, ഒരു ത്രെഡ് വർക്കാണ്. പക്ഷെ ഇങ്ങനെ നമ്മുടെ കസവിന്റെ ഒക്കെ ഉണ്ടാവില്ലേ, വർക്ക് ഉണ്ടാവില്ലേ, അങ്ങനത്തെ വർക്കാണ്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരുന്നത്. വീനക്കാണ് വരുന്നത്. ഞാൻ ഇത് ഓർഡർ ചെയ്ത സൈസ് എക്സൽ ആണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 714 രൂപയാണ്. അതിനൊക്കെ ഇത് കുഴപ്പമൊന്നുമില്ല. നല്ല ക്ലോത്ത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ്. നമുക്ക് ചുടത്തൊക്കെ ഇടാൻ പറ്റിയ ക്ലോത്താണ്. ഇങ്ങനെ ഇതിന്റെ ടോപ്പ് മൊത്തമായിട്ട് ഇങ്ങനത്തെ ഈ ഫ്ലവേഴ്സ് ആണ് വരുന്നത്. പിങ്ക് ആട്ടോ. ഇതില് ഫോട്ടോയില് കാണില്ല, വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് റെഡ് ആയിട്ടൊക്കെയാണ് തോന്നുന്നത്. പക്ഷെ ശരിക്കും ഇത് നല്ലൊരു പിങ്ക് കളറിൽ വരുന്ന ഫ്ലവേഴ്സ് ആണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാന്. പിന്നെ ഇതിന്റെ പാന്റ് വന്നിട്ട് ഈ സെയിം ക്ലോത്ത് തന്നെയാണ്. കോട്ടൺ ബ്ലെൻഡ് തന്നെയാണ്. പാന്റ് വന്നിട്ട് ഇങ്ങനെ എലാസ്റ്റിക് ആണ്. ഒരു പലാസോ, മിനി പലാസോ ആണ്. വലിയ വീതിയൊന്നുമില്ല. മിനി പലാസോ ആയിട്ടുള്ള പാൻസ് ആണ് വന്നിട്ടുള്ളത്. പാൻസും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ഷോളാണ്. ഷോൾ എനിക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടമല്ല. കാരണം ഭംഗിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഷോള് നേവി ബ്ലൂ തന്നെയാണ് ഷോൾ വരുന്നത്. പ്ലെയിൻ ആയിട്ടില്ല. എന്ന് വെച്ചാൽ ചെറിയൊരു സ്വീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം, കണ്ടോ കൊടുത്തിട്ടുണ്ട്. പക്ഷെ തലയിലിട്ടാലെ കൊതുകി നിൽക്കുന്നുണ്ട്. പക്ഷെ തീരെ കട്ടില്ലാതായി പോട്ടോ, തീരെ കട്ടില്ല. നമ്മളതൊരു ഫസ്റ്റ് വാഷ് കഴിഞ്ഞത് എങ്ങനെ ആവും എനിക്ക്
കണ്ടെന്നെ അറിയണം. അപ്പോൾ കുറച്ചും കൂടി കട്ടിണ്ടെങ്കിൽ ഷാൾ ഒന്നും കൂടി ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഷാളിൻ്റെ ക്ലോത്ത് വന്നിട്ട് ഷിഫോണാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫോണാണ്. നമുക്ക് തലയിൽ ഇട്ടാലൊക്കെ നിൽക്കും, നല്ല ഒതുക്കമുള്ള ഷാളാണ്. കുറച്ച് ഇത്തിരി ഒരു പൊടിക്ക് കട്ടുണ്ടെങ്കിൽ ഇത് സൂപ്പർ ആയിരുന്നു. അത്യാവശ്യത്തിന് നീളം വീതിയും ഒക്കെ ഉണ്ട് കേട്ടോ ഷാള്. രണ്ടത്തെ നല്ല നീളം വീതിയുണ്ട്. ഈ ഷാളിൽ ഫുള്ളായിട്ട് ഈ സീക്വൻസ് വർക്ക് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷാൾ കേട്ടോ. ഇതിൻ്റെ റേറ്റ് 714 രൂപയാണ്. അപ്പൊ അതിന് ഇത് ഓക്കെയാണ്. കാരണം ഒരു ചെറിയൊരു അല്ലെങ്കിൽ ചെറിയ ഫംഗ്ഷന് നമുക്ക് സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സാണ് ഇത് കേട്ടോ. ഞാൻ സൈഡിൽ പോക്കറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ പോക്കറ്റൊക്കെ ഉണ്ട്. രണ്ട് സൈഡിലും ഉണ്ടോ? ഇല്ല, ഒരു സൈഡിൽ മാത്രമേ പാൻസിന്റെ പോക്കറ്റ് ഉള്ളൂ കേട്ടോ. ഒരു സൈഡിൽ പോക്കറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിലൊരു ഇങ്ങനെ സംഭവം കൊണ്ട് ഞാൻ കാണിച്ചത്. സൈഡ് പോക്കറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു വള്ളിയുണ്ട്. ഇത് എന്തിനാന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ കമന്റ് ചെയ്യട്ടോ. എനിക്കത് എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഒരു ചെറിയൊരു ഇങ്ങനെ ഈ സൈഡിലും ഉണ്ട്, രണ്ട് സൈഡിലും ഉണ്ട്. പക്ഷെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണമൊന്നുമല്ല. കണ്ടോ, വെറുതെ ഇത് എന്തിനാണ് ഉപയോഗിക്കാന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഇത് ആദ്യമായിട്ട് അങ്ങനെ സംഭവം പാൻറ്റിന് കാണുന്നു കേട്ടോ. സ്ലീവിൽ ഞാൻ കാണലുണ്ട്, അതും എന്തിനാ ഉപയോഗിക്കാന്ന് എനിക്കറിയില്ല. പക്ഷെ പാൻസിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെ രണ്ട് സംഭവം കാണുന്നത്. ഇപ്പൊ എന്താണെന്ന് അറിയെങ്കിൽ ആരെങ്കിലും പറയാം. നല്ല ജലദോഷമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ തുമ്മലും ചീറ്റിലൊക്കെ വരുന്നുണ്ട്. ജലദോഷം മാറിയിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ ജലദോഷം ചെയ്ത് ഇപ്പം ജലദോഷം യാതൊരു കുറവുമില്ല കേട്ടോ. അതേപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് വൈദ്യ ചെയ്യണ്ട. നമ്മൾ രണ്ടാമത്തെ ഡ്രസ്സ് വന്നിട്ട് ഒരു ഒനിയൻ പിങ്കിലൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ളൊരു സലവാർ സെറ്റാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിന് നല്ല ഭംഗിയുള്ള കളറാണ്. ഇതാട്ടോ വന്നിട്ടുള്ളത്. ഇതിന്റെ കളറ് എത്രത്തോളം ഡ്രസ്സിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല ഭംഗിയുള്ള കളറാണ്. കൈ വന്നിട്ട് 3/4 സ്ലീവ് ആണ്. കൈൻ്റെ എൻഡിൽ ഇതേപോലത്തെ ഒരു ചെറിയൊരു സിൽവർ ലൈസ് വർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെറിയൊരു ഇങ്ങനെ ഒരു ത്രെഡ് വർക്കുകൾ പോകുന്നുണ്ട്. ഒരു സീക്വൻസും ത്രെഡ് വർക്കും ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നെക്ക് വന്നിട്ട് വീനെക്കാണ്. വീനെക്കിലും ഇതേപോലെ തന്നെ ഒരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നെക്കും നല്ല സിമ്പിൾ ആയിട്ട് നല്ല ക്ലാസി ലുക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ചുരിദാറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് വരുന്നത്. ബാക്ക് പോർഷനിൽ വർക്കൊന്നും വരുന്നില്ല കേട്ടോ. നല്ല വീനക്കാണ്. ഇത് ഞാൻ വന്നിട്ട് എക്സ്ട്രാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 959 രൂപയുടെ ഇതിനായിട്ടുള്ളത്. അതുകൊണ്ട് ഇത് എന്തൊരു സൂപ്പറാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് വെയർ ചെയ്യാം കേട്ടോ. നല്ല രസം. ഒരു കോട്ടൺ ബ്ലെൻഡിലാണ് ഇതിന്റെ ക്ലോത്ത് വന്നിട്ട്. ഒരു സിൽക്കി ടൈപ്പ് ആണ്. പക്ഷെ എന്നാൽ സിൽക്കി അങ്ങനെയല്ല. ഒരു ഗ്ലിസ് കോട്ടൺ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സംഭവത്തിലാണ് ക്ലോത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. ചെറിയൊരു ഷൈനിങ് ഉണ്ട് ക്ലോത്തിന്. പക്ഷെ ഇടാനും നല്ല ഒരു ക്ലോത്ത് തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല. ഞാൻ കണ്ടപ്പം ഇത് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിന്റെ പാൻസ് വന്നിട്ട് സെയിം കളറിൽ വരുന്ന ഒരു പലാസോ തന്നെയാണ്. പിന്നെ സൈഡിൽ പോക്കറ്റ് ഇല്ല, പോക്കറ്റ് ഒന്നുമില്ല കേട്ടോ. കണ്ടോ, ഒരു മിനി പലാസോനാണ് ഇത് വരുന്നത്. സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന ഒരു പലാസോനാണ് പാൻറ് വരുന്നത്. പിന്നെ ഷോള് വന്നിട്ട് ഓർഗൻസിലാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഈ ഓർഗൻസ ഷാള് വലിയൊരു ഇഷ്ടമില്ല. കാരണം ഒന്നാമത് ഇങ്ങനെ ഒരു ഒതുക്കം കിട്ടൂല ഇട്ടാല്. അപ്പൊ അതുകൊണ്ട് എനിക്കിത് ഇത് വലിയ ഇഷ്ടമില്ല. പക്ഷെ എന്നാലും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഹിജാബ് ഇട്ടിടുമ്പോൾ സെറ്റ് ആയിക്കോളും. പിന്നെ ഷോളിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ സിൽവർ കളറിൽ സ്കാലപ്പ് വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നല്ല ഭംഗിയുണ്ട്. നല്ല രസമുള്ള നല്ല രസമുള്ള ഒരു ചുരിദാറാണ്. എന്താ പറയാ, ഷോളും അത്യാവശ്യം നീളും വീതിയും ഒക്കെ ഉണ്ട്. എനിക്ക് ഓർഗൻസ് ആയിട്ടുള്ള പ്രശ്നം മാത്രമാണ്. പൊതുവേ എനിക്ക് ഓർഗൻസിനോട് വലിയ താല്പര്യമില്ല. അപ്പൊ അതിന്റെ പ്രശ്നമാണ്. അല്ലാത്ത വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിന് നല്ല ഭംഗിയുള്ള ചുരിദാർ തന്നെയാണ് കേട്ടോ. ഇത് എന്തായാലും ഒരു പാർട്ടിക്കൊക്കെ അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ പറ്റിയ ഒരു ചുരിദാറാണ്. എനിക്ക് എന്തായാലും വാങ്ങി വെക്കാം, നഷ്ടമാവില്ല. നല്ല ക്ലോത്ത് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് ഇട്ടാലും നല്ല ഭംഗിയുണ്ടാവും. നമുക്കൊരു സിൽവർ ടച്ചില് ഒരു സിൽവർ റിങ്ങുകള്, അതേപോലെ ഒരു വാച്ച്, പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്ന ചെരുപ്പൊക്കെ ഇട്ടല് നല്ല ഭംഗിയിൽ നമുക്കിത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. നോക്കി വെക്കാം. ഇതിന് 959 രൂപയാണ്. എക്സലാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. അടുത്തത് വന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഒന്നാണ്. പക്ഷെ ഞാനിത് ഓർഡർ ചെയ്ത കളർ ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ്. വന്നപ്പോൾ എനിക്കൊരു പീകോക്ക് ഷെയ്ഡിലുള്ള ഒരു ബ്ലൂ ആണ് വന്നിട്ടുള്ളത്. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല ഭംഗിയുള്ള സംഭവം ഡ്രസ്സ് തന്നെയാണ്. ഞാൻ കാണിച്ചു കേട്ടോ. ഈ ടോപ്പ് ഒരു മസ്റ്റാർഡ് യെല്ലോ എന്ന് എനിക്ക് യെല്ലോനോട് പ്രത്യേക ഇഷ്ടമുള്ളതാണ് യെല്ലോ ഓർഡർ ചെയ്തത്. അപ്പൊ ഒരു മസ്റ്റാർഡ് യെല്ലോയിൽ വന്നിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ചുരിദാർ ഞാൻ ഓർഡർ ചെയ്തത്. വന്നപ്പോൾ കയ്യിൽ കിട്ടിയത് ഒരു പീകോക്ക് ഷെയ്ഡാണ്. എന്നാലും ഭംഗിയുണ്ട് കാണാന്. ഒരു ഖാദി കോട്ടണിലൊക്കെ വരുന്ന ഒരു മെറ്റീരിയൽ ആണിത്. ഇതിന് നെക്കില് മാത്രമാണ് ഇങ്ങനെ വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ
പാർട്ടി വെയർ അല്ലെങ്കിൽ നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ കോളേജ് വെയർ അങ്ങനെയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ചുരിദാർ സെറ്റ് തന്നെയാണിത്. അത്യാവശ്യം നല്ല സ്ലീവ് ഉണ്ട്, 3/4 സ്ലീവ് ഉണ്ട്. പിന്നെ ടോപ്പ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ അത് ഓർഡർ ചെയ്ത സൈസ് വന്നിട്ട് XXL ആണ്. ഞാൻ XL ആണ് ഓർഡർ ചെയ്ത് തോന്നുന്നുണ്ട്, XXL അല്ല. പക്ഷെ ഒട്ടേക്ക് കിട്ടിയപ്പോൾ XL ആയി. പിന്നെന്താ പറയാ, ഇതിന്റെ പാന്റ്സും ഷോളും വന്നിട്ട് ഇതുപോലത്തെ ഒരു പ്രിന്റിൽ വരുന്നതാണ്. പാന്റും പ്യുവർ കോട്ടൺ ആണ്. ഈ ടോപ്പിന്റെ ബേസ്റ്റ് കുറച്ച് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. കോട്ടൺ തന്നെയാണ് പാന്റും വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം ലൂസ് ആയിട്ട് കിടക്കുന്ന ഒരു പലാസോ ആണ്. പക്ഷെ ഇതിന്റെ സ്റ്റിച്ചിങ് ഒരു വേറെ പോലെ, കാരണം ഇവിടെയൊക്കെ കുറച്ചൊക്കെ ലൂസ് ആയിട്ടും ഇവിടെ ഒരു വേറെ ഒരു നമ്മൾ പണ്ടുണ്ടല്ലോ ഒരു പാട്ടിയാലൊക്കെ ആ ഒരു ടൈപ്പാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ഇട്ട് നോക്കിയാൽ എങ്ങനെ അറിയുള്ളൂ. അപ്പോൾ ഇതാണ് പാൻസ് വന്നിട്ട് എലാസ്റ്റിക് ആണ്. പിന്നെ ഇതിന്റെ ഷോളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കേട്ടോ. കാരണം നല്ല നീളം വീതിയുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ഈ സെയിം പാന്റിന്റെ സെയിം പ്രിന്റിൽ വരുന്ന ഷോളാണ്. നല്ല വലിപ്പമുണ്ട് ഷോള്. നമുക്ക് നല്ല ഇങ്ങനെ തലയിൽ ഇട്ടാൽ ഇങ്ങനെ അവിടെ കിടന്നോളും ഷോള്. അങ്ങനെ നിൽക്കുന്ന ഒരു ഷോളാണ്. നല്ല ഭംഗിയുണ്ട് ഷോള് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ടോപ്പിനെക്കാട്ടൊക്കെ ഇഷ്ടം ഇത് ഷോളാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കിത് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഇങ്ങനത്തെ ഈ ഷോളും അല്ല ഈ ടോപ്പും ഇതും ഇങ്ങനെ സെറ്റ് ആയി പോകുന്നു. പക്ഷെ ഇവിടെ എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു ഇതും ഈ ടോപ്പും പാന്റും ഇതൊക്കെ ഒരു രാപ്പകല് വ്യത്യാസമുണ്ട്, ഇത് ഇതിക്ക് ചേരുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതില് ഞാൻ ഓർഡർ ചെയ്തത് യെല്ലോ ആയിരുന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇതിനെക്കാട്ടും ഭംഗി ഉണ്ടേനു കാണാന്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയുള്ള കളറൊക്കെ തന്നെയാണ്. ഇത് കുഴപ്പമൊന്നുമില്ല, രസമുണ്ട് കേട്ടോ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 1015 രൂപയാണ് ആയിട്ടുള്ളത്. അതിനുള്ള മുതലില്ല എന്നാണ് ഇവരൊക്കെ പറയണത്. എനിക്കറിയില്ല ഇതിനെ പറ്റി, കാരണം ഞാൻ അങ്ങനെ ചുരിദാർ ഉപയോഗിക്കാത്തതുകൊണ്ട്. കാണാൻ ഭംഗിയുണ്ട്, പക്ഷെ തോന്നുന്നു ആ റേറ്റിന് ഉണ്ടാവില്ലായിരിക്കും. കാരണം മീഷോന്നൊക്കെ നമുക്ക് ഇതിന് കുറഞ്ഞ റേറ്റിന് അല്ല, ഈ റേറ്റിന് നമുക്ക് ഇതിനെക്കാട്ടും വർക്കുകൾ നല്ല ചുരിദാർ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ അതേ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ആ റേറ്റിനുള്ള മുതൽ ഉണ്ടാവില്ല എന്ന് പറയണു. ഇനി അറിയില്ല, ഞങ്ങൾ വാങ്ങി നോക്കി. കാണാൻ എനിക്ക് ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട് കാണാൻ. ടോപ്പിന്റെ ഇവിടെ നെക്കിന്റെ അവിടെയാണ് വർക്ക് വന്നിട്ട്. ആ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഒരു യെല്ലോ പിങ്ക് കളറിലാണ് ഈ വർക്കൊക്കെ വന്നിട്ടുള്ളത്. എനിക്കിഷ്ടമായി. പക്ഷെ റേറ്റ് അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് എനിക്ക് പറയാൻ അറിയില്ല. അതുകൊണ്ടാണ്. ഷോളും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓർഡർ ചെയ്ത സൈസ് XXL ആണ്. അതും മാറി വന്നത് തന്നെയാണ്, ടോപ്പും മാറി വന്നത് തന്നെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഡ്രസ്സ് കേട്ടോ. പോയി ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വാങ്ങിയ ഫസ്റ്റ് അടിയല്ലോന്നെ കിട്ടിയേക്കാരം, എനിക്കറിയില്ല. ഞാൻ ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ഈ കളറാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ഇനി നമുക്ക് ലാസ്റ്റ് ഡ്രസ്സ് കാണാം. അടുത്ത ചുരിദാർ വന്നിട്ട് ഒരു ഓഫ് വൈറ്റില്, ഒരു ക്രീം ഓഫ് വൈറ്റ് അങ്ങനത്തെ ഒരു കളറിൽ വരുന്ന ഒരു ചുരിദാറാണ്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. എല്ലാത്തിനും ഷാളെ എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൂ. ഇതിന്റെ ഷാളും എനിക്ക് വലിയൊരു സുഖം തോന്നിയിട്ടില്ല. പക്ഷെ ടോപ്പും പാന്റും അടിപൊളിയാണ്. ഞാൻ കാണിച്ചു തരാം. ടോപ്പ് ഇങ്ങനെ വരുന്നൊരു ഇങ്ങനെ ഒരു വൈറ്റില് അങ്ങനെ ഫുൾ ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന നല്ല അടിപൊളി ചുരിദാർ സെറ്റാണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. പിന്നെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ ഉള്ളിൽ ലൈനിങ് ഇല്ല കേട്ടോ. അപ്പൊ അതിന് അത്യാവശ്യം നിലടിച്ച് കാണുന്നുണ്ട്. ഇന്നർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈനിങ് എന്തെങ്കിലും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ തന്നെ ഇങ്ങനത്തെ ഈ ഒരു ഫ്ലവേഴ്സിന്റെ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. ഓർഗൻസയാണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഭയങ്കര ടോപ്പ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ്. അങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പ് ഒന്നുമല്ല. നെക്കിലാണ് ഇതിന്റെ വർക്ക് വരുന്നത്. നെക്ക് വീനെക്കാണ്. വീനെക്കിൽ ഇങ്ങനെ ഒരു കസവിന്റെ ഒക്കെ ഒരു വർക്കാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാന്. ഈ ടോപ്പിന്റെ ബോഡിയിലെ ഫ്ലവേഴ്സിനോട് മാച്ച് ആയിട്ടുള്ള വർക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പാന്റ് വന്നിട്ട് പലാസോ പാന്റ് ആണ്. കോട്ടൺ ക്രേപ്പിലൊക്കെ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് പാന്റ് വന്നിട്ട്. പാന്റും കുഴപ്പമൊന്നും, അത്യാവശ്യം നല്ല ലെങ്ത്തും വീതിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പലാസോ തന്നെയാണ്. പിന്നെ ഇതിന്റെ ഷോളാണ് പറയുള്ളത്. ഷോളും ഓർഗൻസയാണ്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഓർഗൻസ് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിനെ കുറിച്ച് എല്ലാം ഒന്നും പറഞ്ഞില്ല. ഷോളിലെ രണ്ട് സൈഡും നമ്മൾ ആ ചുരിദാറിന്റെ നെക്കില് കണ്ടില്ലേ വർക്ക്, അത് കൊടുത്തിട്ടുണ്ട്. കാണാൻ ഭംഗിയുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് ഇത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഇങ്ങനെ കുറച്ചൊരു ടാസിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ ഇങ്ങനൊരു ഗോൾഡൻ കളറിൽ വരുന്ന നല്ലൊരു പാർട്ടി വെയർ ചുരിദാർ തന്നെയാണിത്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 1077 രൂപയാണ് ആയിട്ടുള്ളത്. ഞാൻ ഓർഡർ ചെയ്ത സൈസ് ഏതായിരുന്നു? എക്സലാട്ടോ. ഞാൻ സൈസ് ഓർഡർ എക്സലാണ് ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഷോളും നീളും വീതിയും ഒക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ
മറ്റേതിനെ അപേക്ഷിച്ച് വലിയൊരു ഒതുക്കല്ലായ്മയൊന്നുമില്ല. കുറച്ചൊക്കെ തലയിട്ടാ നിക്കണൊക്കെ ഉണ്ട് കേട്ടോ ഷോള്. കുഴപ്പമൊന്നുമില്ല. വലിയ വീതി ഇല്ല, പക്ഷെ എന്നാലും ഒരു പാകത്തെ വീതിയൊക്കെ ഉണ്ട് ഷോളിന്. കുഴപ്പമില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ 1077 രൂപയാണ്. അതിനൊക്കെ ഇത് അടിപൊളിയാണ്. കാരണം ആ റേറ്റിനൊക്കെ ഇങ്ങനത്തെ ഒരു പാർട്ടി വെയർ കിട്ടുക എന്ന് പറയുമ്പോൾ സൂപ്പറാണ്. എനിക്ക് ലാസ്റ്റ് ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഇനി വന്നിട്ടൊരു പിങ്ക് ചുരിദാറാണ് കാണിച്ചു തരാം. ടോപ്പ് ഫുള്ളായിട്ട് നല്ല ഡാർക്ക് പിങ്കിൽ വരുന്ന ഒരു ചുരിദാറാണ്. നല്ല ഭംഗിയുണ്ട്. ഒരു ഗ്ലേസ് കോട്ടൺ ആണ് ഇത് വന്നിട്ടുള്ളത്. നെക്കിലാണ് ഇതിന്റെ വർക്ക് ഫുള്ളായിട്ട് വരുന്നത്. സ്ലീവ് എല്ലാം പ്ലെയിൻ ആണ്. സ്ലീവും 3/4 സ്ലീവ് ആണ്. പിന്നെന്താ പറയാ, നെക്ക് കാണിച്ചു തരാം. നെക്കാണ് അത്യാവശ്യം നല്ല വർക്ക് വരുന്നുണ്ട്. നെക്കാണ് മെയിൻ കേട്ടോ. അത് ഇങ്ങനെ സ്വീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ ആയിട്ട് ഒരു ബ്ലൂ യെല്ലോ ഒക്കെ ആയിട്ട് വരുന്ന വർക്ക്, ബ്ലൂ യെല്ലോ ത്രെഡിൽ വരുന്ന വർക്കാണ് നെക്കിന് വന്നിട്ടുള്ളത്. ഇത് ഓർഡർ സൈസ് എക്സൽ ആണ്. ഇതിന്റെ റേറ്റ് 710 രൂപയാണ്. അതിന് ഇത് അടിപൊളിയാണ്. 710 രൂപയ്ക്ക് ഇങ്ങനത്തെ ഒരു ചുരിദാർ കിട്ടുമെന്ന് പറയുമ്പോൾ അത് സൂപ്പറാണ്. ഇതിന്റെ പാന്റ് വന്നിട്ട് ഒരു മിനി പലാസോനാണ്. സെയിം ക്ലോത്തിൽ തന്നെയാണ്, ടോപ്പിന്റെ അതേ ക്ലോത്തിൽ തന്നെയാണ് പാന്റും വരുന്നത്. ഒരു മിനി പലാസോ ആണ്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു പാന്റ് തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല. സ്ട്രൈറ്റ് ആയിട്ടുള്ള പാന്റാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു പെൻസിൽ പാന്റ് ഒക്കെ ആക്കാനൊക്കെ പറ്റിയ ഒരു പാന്റ് ആണ് കേട്ടോ. എന്താ എലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. ഷോൾ വന്നിട്ട് ഓർഗൻസ ആണ്. ഷോൾ ഒരു മൾട്ടി കളറിലാണ് വരുന്നത്. ഷോളിന് ഇതിന്റെ ടോപ്പിന്റെയും ഒക്കെ പാന്റിന്റെ കളർ ബാലൻസ് ചെയ്യാൻ പറ്റിയ ഒരു മൾട്ടി കളറിൽ വരുന്ന ഷോളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓർഗൻസ ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ കുഴപ്പമില്ല. ഇഷ്ടമുള്ളവർക്ക് ഇത് അടിപൊളിയായിട്ട് സെറ്റ് ആവും. അങ്ങനെ കണ്ടോ, നല്ല ഭംഗിയുള്ള കളേഴ്സിൽ വരുന്ന ഷോളാണ്. ഇത് ഇട്ട് കഴിഞ്ഞ് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും തോന്നുന്നുണ്ട് എനിക്ക്. പിന്നെ അത്യാവശ്യം നീളം വീതിയൊക്കെ ഉണ്ട്. ഇത് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. ഇങ്ങനെ പാന്റും ഷോളും എല്ലാം കൂടി ഒന്നിച്ച് വരുമ്പോൾ ഈ കളറിന്റെ ഇങ്ങനെ ഒന്നിച്ച് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. ഈ ഒരു ടോപ്പിക്ക് ഈ ഷോൾ ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും തോന്നുന്നു എനിക്ക് കണ്ടിട്ട്. 710 രൂപയല്ലേ ഉള്ളൂ. അപ്പൊ അതിന് അടിപൊളിയാട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. എക്സൽ ആട്ടോ സൈസ് വന്നിട്ട്. റേറ്റ് വന്നിട്ട് 710. ഇങ്ങനെ വീഡിയോ, ഈ 5 ഡ്രസ്സുകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ.